ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹർഷയുടെ വാക്കുകൾ കേട്ട് സുശീല വിഷം കഴിച്ചിരിക്കുകയാണ്. അങ്ങനെ സുശീല കോമയിൽ എന്ന സത്യം ഡോക്ടർ പറയാണ്. ഇനി സുശീലയ്ക്ക് കൈകാലുകൾ ചലിപ്പിക്കാനാവില്ലെന്ന സത്യം ഡോക്ടർ വെളിപ്പെടുത്താണ് കേട്ടോ. ഇതേ സമയം സോന അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. ഈ വീട്ടിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെങ്കിൽ, ഇന്നലെ രാത്രിക്കത്തെ ഭക്ഷണം അനുചേച്ചിയാണ് ഉണ്ടാക്കിയതെങ്കിൽ തീർച്ചയായും ഇവരാണിത് ചെയ്തിരിക്കുന്നത് എന്നങ്ങ് വെളിപ്പെടുത്തുമ്പോൾ ഉടൻ തന്നെ ആർക്കും അതിനെ അങ്ങ് നിഷേധിക്കാൻ കഴിയാത്തൊരവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോവാണ് കേട്ടോ. ഇന്ദ്രൻ്റെ കയ്യിൽ നിന്ന് പോലും കൈവിട്ടു പോകുന്ന അങ്ങനെ സോന പൊട്ടിത്തെറിക്കുകയാണ്. തൻ്റെ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും തൻ്റെ അമ്മ ഈ അവസ്ഥയിൽ കിടക്കുന്ന സോനയ്ക്ക് ഇടനെഞ്ച് പൊട്ടുന്ന വേദനയാണ്. മാത്രമല്ല ഇപ്പുറത്ത് പ്രതിഭയുടെ അവസ്ഥ ഗുരുതരമായി പോവുകയാണ്. പ്രതിഭ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ആ നിലയിലോട്ടാണ്. അപ്പം അതിനെക്കുറിച്ച് പിന്നീട് പറയാം കേട്ടോ. അത് ഇതിനിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സുശീലയുടെ മാത്രം റിവ്യൂ ആണ് ഇത് പറയുന്നത്. അങ്ങനെ സുശീല കോമയിലോട്ട് പോയിരിക്കുകയാണ്. സുശീല ഇനി ചലിക്കില്ല എന്നുള്ള സത്യം ഡോക്ടർ വെളിപ്പെടുത്തുകയാണ്. കാരണം വിഷം കഴിച്ച് ഇതേ സമയമാവുന്നതുവരെ എത്തിക്കാത്തത് കൊണ്ട് തന്നെ അവർക്കിനി കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള സത്യം, അർഷയെ പോലെ സൈഡ് തളർന്നിരിക്കുന്നു എന്ന സത്യം ഡോക്ടർ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ പിന്നീട് സോന പ്രശ്നമാക്കുകയാണ്. അതങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഒരു വിഷം കഴിക്കാൻ മാത്രം അനുചേച്ചി നിങ്ങൾ ഇത്രമാത്രം അമ്മയോട് ഇങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു. അത് കേട്ട ഉടനെ സോനെ നീ വായിൽ തോന്നിയത് വിളിച്ചു പറയരുത്. അപ്പോഴൊക്കെ സത്യനും ഈ പറയുന്ന ബാക്കിയുള്ളവരൊക്കെ മൗനമാവാണ്. കാരണം പ്രതിഭ ഇപ്പുറത്ത് വേറൊരു അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ സത്യനെ നിഷേധിക്കാൻ കഴിയുന്നില്ല. ഇത് അനുചേച്ചിയല്ല എന്ന് പറയാനും പറ്റാത്തൊരവസ്ഥയിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ പോലീസും കാര്യങ്ങളൊക്കെ എത്തിത്തുടങ്ങുകയാണ്. ഏകദേശം തൻ്റെ ഭാര്യയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു രംഗത്തോട്ട് എത്തിത്തുടങ്ങുകയാണ് കേട്ടോ. അതായത് അനുപമ ഇനി പോലീസിൻ്റെ പിടിയിലാവുന്നു എന്ന സത്യം ഇനി എല്ലാവരും അറിയാണ്. ഇത് കേൾക്കുന്ന മാഷ് പറയുന്നുണ്ട്, ഇന്നലെ എൻ്റെ കുഞ്ഞിന് എന്തോ ഒന്ന് ആപത്ത് വരുന്നത് പോലെ എൻ്റെ മനസ്സ് ഇടനെഞ്ച് തുടിച്ചിരുന്നു. പക്ഷെ അത് ഇതായിരുന്നെന്ന് ഒരിക്കലും അറിഞ്ഞില്ല. അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയുന്നുണ്ട്, എടോ നമ്മൾ കുടിച്ച കഞ്ഞി തന്നെയല്ലേ അത്, എന്നിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പം വന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ, ഇന്ദ്രേട്ട ഒരു കാലത്ത് അമ്മയെ മാത്രം നോക്കി നടന്നിരുന്ന ഇന്ദ്രേട്ടനായിരുന്നു. ഇന്ദ്രേട്ടന് മാത്രം ഇവർ വിഷം തന്നില്ല. ആ കുടുംബത്തിൽ നിന്ന് എല്ലാവരും ഒഴിപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ ആ കഞ്ഞിയിൽ വിഷം ചേർത്തിരിക്കുന്നത്. അത് കേൾക്കുന്നതിനോടുകൂടി സോനെ ഈ വായിൽ തോന്നിയത് വിളിച്ചു പറയരുത്. പിന്നെ ഈ പറയുന്ന നിങ്ങളല്ലെങ്കിൽ പിന്നെ ആര്? പ്രതിഭയാണെങ്കിലോ തളർന്നു കിടക്കുന്നു. പിന്നീടാണെങ്കിലോ ഞാനാണെങ്കിലോ പുറത്തു നിന്ന് വന്നതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഉടൻ തന്നെ സോനെ ഞാനതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കുടിച്ചു, വിച്ചുമോൻ കുടിച്ചു. അതിന് സ്വയം വിഷം ആരും കുടിക്കില്ലല്ലോ. അതല്ലേ നിങ്ങൾ ചെയ്തത്. നിങ്ങൾ കുടിച്ചു എന്ന് ഉറപ്പ് വരുത്തി നിങ്ങളുടെ ഭർത്താവിനും കുഞ്ഞിനൊക്കെ അങ്ങ് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു? ബാക്കിയുള്ള ആ പാത്രത്തിൽ വിഷം കലർത്തിയിരിക്കുന്നു. അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ സോനെ ഈ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ, ഈ വായിൽ തോന്നിയതോ എന്തോ ഞങ്ങൾ പറയുന്നത്, നിങ്ങളല്ല കഞ്ഞി വെച്ചത്, അത് അമ്മ അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം ഇവിടെ അമ്പിളി എത്താണ്. മോളെ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? നീ കഞ്ഞിയിൽ വിഷം ചേർത്തോ? ഇല്ല ഇല്ല എന്ന് പറയണം. അപ്പോഴേക്കും ദയവും മറ്റുള്ളവരൊക്കെ ഓടിയെത്താണ് കേട്ടോ. തൻ്റെ അനുചേച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പോവില്ലേ, അതുകൊണ്ട് തന്നെ എല്ലാവരും ഓടിയെത്താണ്. അപ്പോൾ ഉടൻ തന്നെ അനു പറയാണ്, ഇല്ല ചേച്ചി, ഇന്നലെ രാത്രി അമ്മ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പിന്നീട് അവരുടെ കൈ പൊള്ളി. അതിനുശേഷം ഞാനാണ് പിന്നീട് ഭക്ഷണം ഉണ്ടാക്കിയത്. അമ്മയെ കഴിക്കാൻ വിളിച്ചപ്പോൾ വന്നില്ല. എന്നാൽ ഭക്ഷണം പുറത്ത് വെക്കാൻ പറയുകയും തലവേദനിക്കുന്നു എന്ന് പറയുകയും, അപ്പോൾ കൈ പൊള്ളിയെ എങ്ങനെ തലവേദനിക്കുക? അതൊന്നും എനിക്കറിയില്ല. അപ്പം തന്നെ ഞാൻ ആ സംശയം ചോദിച്ചതാണ്. പക്ഷേ ഇവിടെ ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല. അപ്പോൾ ഉടൻ തന്നെ ഇവിടെ പറയുകയാണ്, ഇത് അവരുടെ പദ്ധതി തന്നെയാണ്, അവർ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെ അമ്പിളി വെളിപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഇവിടെ ചിരി പറയുന്നുണ്ട്, എന്താ ചേച്ചി ഈ പറയുന്നത്? അവരെങ്ങനെ ഇത് ചെയ്യാനാണ്? സ്വയം വിഷം ആരും കുടിക്കുമോ? ഈ സുശീല എന്ന് പറയുന്ന സ്ത്രീ സ്വയം വിഷമൊക്കെ കുടിക്കും. കാരണം എങ്ങനെയെങ്കിലും അനുപമയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി അവരെന്ത് കടുങ്കയും ചെയ്യാൻ അവർ മറക്കത്തില്ല. അതവരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അത്
അതവർ ചെയ്യും, അതവർ ചെയ്തു. അതെല്ലാം കൊണ്ട് ആണല്ലോ നാളെ നാളെ നിനക്ക് ഈ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുക്കുന്ന ഈ ദിവസം തന്നെ അവർ നിനക്കിട്ട് പണിതത്. നീ ഒരിക്കലും ഇതിൽ നിൽക്കാൻ പാടില്ലെന്നും ഇതിനെ ചൊല്ലി പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നീ ഒരു മെമ്പറായി നിൽക്കുന്നതിൽ അവർക്ക് ദേഷ്യമുണ്ട് എന്നൊക്കെ പറയണ്ട. അപ്പോൾ കുഞ്ഞമ്മ പറഞ്ഞ വാക്കിനെ കുറിച്ച് ഇങ്ങനെ അനുപമ ചിന്തിക്കുകയാണ്. അപ്പോൾ ഇന്ദ്രട്ട, ഞാൻ സത്യമായിട്ടും അമ്മക്ക് വിഷം കൊടുത്തിട്ടില്ല. അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയണേ, ഇതിൽ എവിടെയാണ് ചതി പറ്റിയതെന്ന് എനിക്ക് മനസ്സിലായി. കുഞ്ഞമ്മയും രവിയും ഒക്കെ എന്നോട് സൂചിപ്പിച്ചതാ. പക്ഷേ അമ്മയെ ആർക്കും ഒരു സംശയമുണ്ടായില്ല, അമ്മ തന്നെയാണ് തന്നെ ചതിച്ചത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സോന പറയണേ, ഇന്ദ്രട്ട, ഈ അവസ്ഥയിൽ കിടക്കുന്ന അമ്മയെ വെറുതെ വായി തോന്നിയത് വിളിച്ചു പറയരുത്. അപ്പോൾ സുശീലയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ നിറഞ്ഞൊഴുകുന്നുണ്ട് കേട്ടോ. എനിക്ക് ചലിക്കാൻ കഴിയില്ലല്ലോ, സംസാരിക്കാനും കഴിയില്ലല്ലോ. താൻ വിചാരിച്ചത് എന്താ, അനുപമക്ക് ഒരു മുട്ട പണി കൊടുക്കണം, താൻ നല്ല അടിപൊളിയായി നീണീറ്റ് കൊടുക്കും, എന്നിട്ട് ആ ഒരു സ്ഥാനം തനിക്ക് കിട്ടുമെന്നൊക്കെയാണ് ചിന്തിച്ചത്. പക്ഷെ അതൊക്കെ പ്രതീക്ഷകളൊക്കെ പോവുകയാണ്. അപ്പോൾ ഇതേ സമയം ഈ ഒരു കഞ്ഞി ടെസ്റ്റിന് കൊടുക്കുകയാണ്, അതിൽ വിഷമുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ചെടിക്ക് കൊടുത്ത് വെച്ച വിഷാംശമാണ് ഇതിൽ കലക്കിയിരിക്കുന്നതെന്ന് പറയണേ. പിന്നീട് അതിനെ ചൊല്ലി അവിടെ മൊത്തത്തിൽ പോലീസ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. അതിൽ നിന്നും അനുപമയുടെ ബാഗിൽ നിന്നും ഈ ഒരു ബോട്ടിലും ഒക്കെ മൊത്തത്തിൽ അനുപമയ്ക്ക് എതിരായി അങ്ങ് വരുമ്പോൾ സോനയുടെ മനസ്സിൽ ആ ഒരു രംഗം ഓർമ്മയുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും താൻ ഒരിക്കലും തൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തിയില്ല. പെറ്റമ്മയെ കുറ്റപ്പെടുത്താൻ എന്നെക്കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ സോന അത് മറച്ചു വെക്കുകയാണ് കേട്ടോ. ഇവിടെ തന്നെ ശ്യാമ പറയുന്നുണ്ട്, സോന നീ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഞാനുള്ളതാണ്, എൻ്റെ അമ്മ സ്വന്തം വിഷം കുടിക്കില്ലല്ലോ, ഇവരൊക്കെ പറയാതെ പറയുന്നുണ്ടല്ലോ എൻ്റെ അമ്മയാണിത് ചെയ്തതെന്ന്. എന്നാൽ എൻ്റെ അമ്മ അതൊന്നും ചെയ്യില്ല. ഇവർ മനഃപൂർവ്വം എൻ്റെ അമ്മയോട് പ്രതികാരം ചെയ്താണ്. പണ്ടൊക്കെ എൻ്റെ അമ്മ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് ഇവരുടെ മനസ്സിൽ നിന്ന് പോവായിട്ടാണ്. അപ്പോഴും ഇവിടെ ദേഷ്യത്തോടു കൂടി അനുപ പറയുന്നുണ്ട്, സോനയെ വായി തോന്നി, ഞാൻ വായി തോന്നി വിളിച്ചു പറഞ്ഞതാ, ഇനി എന്തായാലും പോലീസ് തെളിക്കട്ടെ എന്ന് പറയാനായിട്ട്. അങ്ങനെ പോലീസ് മൊത്തത്തിൽ അങ്ങ് പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിൽ നിന്ന് ഒരു സത്യം മനസ്സിലാക്കണം, എല്ലാ തെളിവുകളും അനുപമയ്ക്കെതിരെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അനുപമയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള തീരുമാനത്തിലോട്ട് എത്തുന്നു കേട്ടോ. തനിക്ക് പേടിയാവുകയാണ്, തൻ്റെ കുഞ്ഞിനെ വിട്ട് താൻ പോകണം. അച്ഛാ, എനിക്ക് പേടിയാവുന്നു, എനിക്ക് പോലീസ് അറസ്റ്റ്, എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ് കേട്ടോ. അപ്പോഴാണ് ഇന്ദ്രൻ രണ്ടും കൽപ്പിച്ച് താൻ ഇറങ്ങുന്നത്. അങ്ങനെ എൻ്റെ ഭാര്യയെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സാറേ. അപ്പോൾ എന്താ പറ്റത്തില്ല എന്ന് താനാടോ തീരുമാനിക്കുന്നത്? പോലീസിനെ തൊട്ട് കളിക്കാനൊക്കെ താനായോ? ഇവൾക്കെതിരെയാണ് എല്ലാ തെളിവുകളും. എന്ത് തെളിവുകളാണ് എൻ്റെ ഭാര്യയ്ക്കെതിരെ നിങ്ങൾക്ക് കിട്ടിയത്? അത് ഈ നിങ്ങളുടെ റൂമിൽ നിന്നും ഈ കീടനാശിനി കിട്ടി, അതിൻ്റെ ഒരു ബോട്ടിൽ കിട്ടി. അതുമാത്രമല്ല അത് ഇവരാണ് ഭക്ഷണം ഉണ്ടാക്കിയതെന്ന് ഈ വീട്ടിലുള്ളവർ പറയുന്നു എന്ന് വെച്ച് എൻ്റെ ഭാര്യയാണ് വിഷം കലർത്തിയെന്നുള്ള തെളിവ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ? ഇനി ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? എല്ലാവരും ആ വീട്ടിലുള്ളവരെല്ലാം ഒന്നടക്കം പറയുമ്പോൾ പിന്നെ എന്താ പറയാൻ? അപ്പോഴേക്കും ഉടൻ തന്നെ ഇത് പറയുമ്പോൾ ഇന്ദ്രൻ പറയണം, ഒരിക്കലും എൻ്റെ ഭാര്യയെ അറസ്റ്റ് ചെയ്യുക, അത് താനാടോ തീരുമാനിക്കുന്നത്, മാറി നിൽക്കടോ എന്ന് പറഞ്ഞിട്ട് അനുപമയെ അങ്ങ് കൈ പിടിക്കുമ്പോഴേക്കും ഇന്ദ്രൻ പറയണ്, അവിടെ നിൽക്ക്, നിങ്ങൾക്ക് എല്ലാ സത്യങ്ങളും ഞാൻ കാണിച്ചു തരാം, ഇതാ ഈ CCTVയിൽ ഇതാ ഇത് നോക്കി എന്ന് പറഞ്ഞിട്ട് താൻ ആ ദൃശ്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇന്ദ്രൻ ഭക്ഷണം കഴിക്കുന്നത്, സുശീലയുടെ അടുത്ത് പോയത്, പ്രതിഭയുടെ അടുത്ത് പോയത്, പിന്നീടാണെങ്കിലോ സുശീല വന്ന് ഈ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് ആ ഒരു ബോട്ടിൽ തുടച്ചു നീക്കുന്നതോ അതുപോലെ തന്നെ അത് വലിച്ചെറിയുന്നതോ അതിനു മുമ്പേ അനുപമയുടെ ബാഗിൽ ഇത് കൊണ്ടുവെക്കുന്നതും എല്ലാം അങ്ങനെ മൊത്തത്തിൽ അടിമുടി സുശീലയാണിത് ചെയ്തതെന്ന സത്യം തിരിച്ചറിയണം. പക്ഷേ സുശീലയെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോവുകയാണ്. സുശീല കോമയിലോട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ രോഗിയെ അറസ്റ്റ് ചെയ്യുമെന്ന ആ ഒരു നിലയിലോട്ട് ഡോക്ടർ പറയാണ്, ഇവരിനെ എണീക്കുമോ എന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവാണ്. ആ കേസ് ഒതുക്കാൻ എങ്ങനെയെങ്കിലും പലവരും ശ്രമിക്കും. സോനയാണ് മെയിനായിട്ട് ശ്രമിക്കുക. പക്ഷേ സത്യൻ വെറുതെ വിടില്ല, മറ്റുള്ളവരും വെറുതെ വിടില്ല കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് വേറൊരു റിവ്യൂ പറയാം കേട്ടോ. അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ ഇത് റീമേക്കിലെ സ്റ്റോറിയാണ്, ഇതിൽ ചെറിയ ചേഞ്ച് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് റീമേക്കിലും മലയാളത്തിലും കഥ വരുന്നത് കേട്ടോ.